സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് അടുത്തിടെയല്ല കുറച്ചു കാലമായി ഒരു ചിരിക്കുന്ന മനുഷ്യൻ്റെ വീഡിയോ വൈറലാണ്. നിങ്ങളും ഞാനുമൊക്കെ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. നിരന്തരം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. അയാൾ പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലും ഗസ്റ്റായി പങ്കെടുക്കുന്നു. അയാൾ ബേസിക്കായിട്ടൊരു തയ്യൽക്കാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെതായ വീഡിയോ പ്രഭാഷണങ്ങളൊക്കെ നാം കേൾക്കുന്നു. ചിരിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പറയുന്നു. ശരിയാണ്, ചിരിക്ക് ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. കാരണം ഇന്നൊരു BP ആയിട്ട് ഒരു ആശുപത്രിയിൽ ചെല്ലുന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഡോക്ടർ BP എന്ന അവസ്ഥ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ടെൻഷനുണ്ടോ എന്നാണ്. ഇപ്പോൾ കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ പഠനത്തെ സംബന്ധിച്ച ടെൻഷൻ, കല്യാണം കഴിഞ്ഞവർക്ക് അതിൻ്റേതായ ടെൻഷൻ, കഴിയാത്തവർക്ക് കഴിഞ്ഞില്ല എന്നുള്ള ടെൻഷൻ, തുടങ്ങി പല ടെൻഷനും. ഒരു വ്യക്തിക്ക് ടെൻഷന് പ്രത്യേകിച്ച് കാരണങ്ങൾ തന്നെ വേണ്ട എന്നായിരിക്കുന്നു. ഒരു കാരണവും ഇല്ലാത്ത ടെൻഷനും അതൊരു രോഗാവസ്ഥയായി മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ പറയുന്നു. അതും ഒരു ടെൻഷനാണ്. ഇപ്പോൾ ഇന്ന് ഭൂമിയാകെ ടെൻഷൻ കൊണ്ട്, പ്രകൃതിക്കും ടെൻഷനാണ്. അതിൻ്റെ ഫലമാണല്ലോ ലാൻഡ് സ്ലൈഡും മറ്റ് പ്രകൃതി ദുരന്തങ്ങളുമൊക്കെ ഉണ്ടാകുന്നത്. ഒരു ലളിതമായി പറഞ്ഞാൽ അതും ഭൂമിയുടെ ഒരു ടെൻഷൻ്റെ അനന്തര ഫലമാണെന്ന് പറയാം. അപ്പോൾ ഇന്ന് ടെൻഷനാണ് പല രോഗങ്ങൾക്കും മുഖ്യ കാരണമെന്ന് ഡോക്ടർമാർ പറയുന്നു. ഏത് രോഗവുമായി പോയാലും, ഇപ്പോൾ ഒരു പനി ഒഴിച്ച് ചിലപ്പോൾ പനി എന്ന അവസ്ഥയിൽ പോലും ഡോക്ടർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ടെൻഷനുണ്ടോ. അപ്പോൾ ഉള്ളുകൊണ്ട് രോഗിക്ക് ചിരി, ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്ക് ചിരി വരാം. കാരണം ആർക്കാണ് ടെൻഷൻ ഇല്ലാത്തത്? ഇപ്പോൾ ഡോക്ടർക്കും ടെൻഷൻ ഉണ്ടാവും, നഴ്സിനും ടെൻഷൻ ഉണ്ടാവും, സകലമാന മനുഷ്യജീവികൾക്കും ടെൻഷൻ്റെ പ്രളയം തന്നെ. ഈ അവസരത്തിലാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ചിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നത്. അയാൾ നിരന്തരം ചിരിക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. പലർക്കും അയാൾ ഒരു മോട്ടിവേഷനാകുന്നു. ചിരിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. ശരിയാണ്, ചിരിക്കുക, നിരന്തരം ചിരിക്കുക. നാമൊക്കെ ചിരിക്കാൻ മറന്നുപോയിരിക്കുന്നു. ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, കൂടുതൽ ചിരിക്കുന്നവര് ബഫൂണായും കോമാളികളായും കഴിവില്ലാത്തവനുമായി സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടുമോ എന്നൊരു ചിന്ത. ഗൗരവക്കാരനെ സമൂഹം വില കൽപ്പിക്കുകയുള്ളൂ എന്നൊരു അബദ്ധധാരണ പലർക്കുമുണ്ട്. അബദ്ധധാരണയല്ല, ഒരു പരിധിവരെ ചിലപ്പോൾ ശരിയുമാകാം. ഇപ്പോൾ ഒരു പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ പോലീസിൽ ഉയർന്ന ഉദ്യോഗമുള്ളവരൊക്കെ നിരന്തരം ചിരിച്ചുകൊണ്ടിരുന്നാൽ കള്ളന്മാർ എത്രത്തോളം അവരെ വില കൽപ്പിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ തൊഴിലിനും ഒരു ഗൗരവം സൂക്ഷിക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ ടെൻഷൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പല കാരണങ്ങൾ നമുക്ക് ടെൻഷനുണ്ട്. ഒരു ദിവസം എണീക്കുന്നത് മുതൽ, ഇപ്പോൾ നമ്മുടെ പല്ല് തേക്കാനുള്ള ബ്രഷ് വച്ചിടത്ത് കണ്ടില്ലെങ്കിൽ തുടങ്ങി പേസ്റ്റിൻ്റെ സ്ഥാനം ചിലപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് വച്ചിരിക്കാം. അതിൽ തുടങ്ങി ഉറങ്ങുന്നത് വരെ ടെൻഷൻ നീളുകയാണ്. ടെൻഷൻ ആ ഉച്ചസ്ഥായിയിലാണെങ്കിൽ ഉറക്കം പോലും നമുക്ക് വരികയുമില്ല. ഉറക്കം വന്നില്ലെങ്കിൽ അതിൻ്റെ ടെൻഷൻ, എന്തുകൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഇപ്പോൾ പണ്ട് അനുബന്ധമായ ഒരു കഥ ഇവിടെ ഓർമ്മ വരികയാണ്.
പണ്ടൊരു പ്രശസ്ത മനഃശാസ്ത്രജ്ഞനെ ഒരു രോഗി കാണാൻ ചെല്ലുകയാണ്. ഡോക്ടറെ, എനിക്ക് ടെൻഷനും അതുകൊണ്ടുണ്ടാകുന്ന അനുബന്ധ പ്രശ്നങ്ങളും തലവേദനയും ഒക്കെയാണ്. അപ്പോൾ ഡോക്ടർ ചില്ലറ പരിശോധനകൾക്ക് ശേഷം നിങ്ങൾ മദ്യപിക്കുമോ അല്ലെങ്കിൽ പുകവലിക്കുമോ തുടങ്ങി പല ചോദ്യങ്ങളും ചോദിക്കുന്നു. അയാൾ ടെൻഷൻ്റെ ആ ഒരു അവസ്ഥ നിമിത്തം ഞാൻ വല്ലപ്പോഴും പുകവലിക്കുകയും മദ്യപിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്, ടെൻഷൻ അങ്ങനെയെങ്കിലും കുറയുമോ എന്ന്. പക്ഷേ അയാൾക്ക് ടെൻഷൻ കൂടുന്നേ ഉള്ളൂ. അപ്പോഴാണ് ഫൈനലായി ഡോക്ടർ ഇയാൾക്ക് ചില ടെൻഷൻ ലഘൂകരിക്കാനുള്ള ഗുളിക എന്തോ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് പറയുകയാണ്, ഈ പട്ടണത്തിൽ തന്നെ ഇന്ന ഓഡിറ്റോറിയത്തിൽ ഒരു വലിയ മാജിക് ഷോ നടക്കുകയാണ്. അപ്പോൾ ഞാനും കുടുംബസമേതം ആ മാജിക് ഷോ കാണാൻ പോയി. അപ്പോൾ അതിൽ ത്രൂ ഔട്ട് ഒരു ബഫൂൺ പ്രത്യക്ഷപ്പെടുന്നു. അയാളുടെ ചലനങ്ങളും അംഗവിക്ഷേപങ്ങളും ഒക്കെ നിരന്തരം കാണികളിൽ ചിരി ഉണർത്തുന്നു. അങ്ങനെ ആ ഒരു 2 മണിക്കൂർ ഈ ബഫൂണിൻ്റെ പ്രകടനം നിമിത്തം ഓഡിറ്റോറിയം മുഴുക്കെ ചിരിയിൽ മുങ്ങുകയായിരുന്നു. എനിക്ക് പോലും ടെൻഷന് നേരിയ അയവ് ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധാപൂർവം കേട്ട രോഗി പറയുകയാണ്, ഡോക്ടറെ, ആ ബഫൂൺ തന്നെയാണ് ഈ ഡോക്ടറുടെ മുന്നിലിരിക്കുന്നത്. ഡോക്ടർക്ക് പിന്നെ മറുപടിയില്ല. അദ്ദേഹം സ്തബ്ധനായി പോയി എന്നാണ് ഈ കേൾവി കഥയിലെ തുടർന്നുള്ള ഭാഗം. ഇതൊരു കേട്ട് പഴകിയ ഒരു കഥയാണെങ്കിലും ഇതിൽ വാസ്തവമില്ലാതെയല്ല. പലപ്പോഴും പൊട്ടി ചിരിച്ചുകൊണ്ടും കാണികളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ചിരിപ്പിക്കുന്നവർ ഉള്ളിൽ വേദന അനുഭവിക്കുന്നവരായിരിക്കും. വലിയ ഗൗരവക്കാരിൽ ചിലപ്പോൾ വലിയ ഉള്ളിൽ ടെൻഷൻ അനുഭവപ്പെടാറുമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ചുറ്റും ചിരിച്ച് കളിച്ചൊക്കെ നടക്കുന്ന പലർക്കും കടുത്ത വേദന മനസ്സിൻ്റെ ഒരു കോണിൽ അവർ സൂക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ അത് അവർ പ്രകടിപ്പിക്കാറില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ടെൻഷൻ എല്ലാ പേരിലുമുണ്ട്. അതിന് മറ്റ് പുകവലിയോ അല്ലെങ്കിൽ മദ്യപാനമോ ആ വഴിക്ക് തിരിയാതെ നമ്മൾ ചിരിക്കാൻ പഠിക്കുക. കൃത്രിമ ഗൗരവം, ചില തൊഴിലിനെ നേരത്തെ സൂചിപ്പിച്ച പോലെ പോലീസ് തുടങ്ങിയ തൊഴിലുകൾക്ക് ഗൗരവം ആവശ്യമാണ്, ഇല്ല എന്നല്ല. ഇപ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചില ഉന്നത സ്ഥാനത്തുള്ളവരുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സാധാരണക്കാർ ചിരിക്കാൻ പഠിക്കുക. നിരന്തരം സന്തോഷം അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളിൽ പങ്കുകൊള്ളാൻ തയ്യാറാകുക. അത് നമ്മുടെയൊക്കെ മാനസികാരോഗ്യത്തിന് നല്ലതാണ്. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ പ്രതികരിച്ച് കാണുന്നില്ല. നിങ്ങളുടെ തിരക്കാവാം കാരണം. നിങ്ങൾക്ക് തോന്നുന്നത് പ്രതികരിക്കുക. അതെന്നിൽ ആനന്ദം ഉണ്ടാക്കും. നന്ദി, നമസ്കാരം.